ഡോൾബി അറ്റ്മോസിന്റെ കാലം അവസാനിക്കാൻ പോവുകയാണ്. കഴിഞ്ഞ 10 വർഷങ്ങളായി സിനിമകളിലും ഹോം തിയേറ്ററുകളിലും സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമുകളിലും സറൗണ്ട് ഓഡിയോ ലോകം ഭരിച്ചിരുന്ന ഡോൾബി അറ്റ്മോസിന് വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് ഇപ്പോൾ ഒരു യഥാർത്ഥ എതിരാളി എത്തിയിരിക്കുകയാണ്. അതാണ് ഗൂഗിളും സാംസങ്ങും ചേർന്ന് വികസിപ്പിച്ച പുതിയ ഓഡിയോ പ്രോജക്റ്റായ എക്ലിപ്സ ഓഡിയോ. ഡിജിറ്റൽ ഓഡിയോ രംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് തുടക്കമിടുന്ന ഒരു ഓപ്പൺ സോഴ്സ് സറൗണ്ട് ഓഡിയോ സാങ്കേതിക വിദ്യയെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഈ പുതിയ സാങ്കേതിക വിദ്യയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചെറിയൊരു കാര്യം കൂടി പറയാം. ഈ ചാനലിൽ മുമ്പ് ചെയ്തിട്ടുള്ള ഡോൾബി അറ്റ്മോസിനെ കുറിച്ചുള്ള വീഡിയോകളും ഓഡിയോ കോഡക്കുകളെക്കുറിച്ച് വ്യക്തമാക്കുന്ന വീഡിയോകളും ഓഡിയോ ഫോർമാറ്റുകളെക്കുറിച്ച് വ്യക്തമാക്കുന്ന വീഡിയോകളും കണ്ടിട്ടില്ലെങ്കിൽ ദയവായി അത് ആദ്യം കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക. എങ്കിൽ മാത്രമേ പറയാൻ പോകുന്ന വ്യത്യാസങ്ങൾ അതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിൽ മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ. എക്ലിപ്സ ഓഡിയോ, പലരും ഇതിനെ ഡോൾബി അറ്റ്മോസിൻ്റെ പുതിയൊരു എതിരാളി എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഇതിനോടകം തന്നെ ഈ സാങ്കേതിക വിദ്യ യൂട്യൂബിലേക്കും സാംസങ്ങിൻ്റെ പുതിയ പ്രീമിയം ടി വികളിലേക്കും സ്മാർട്ട് ഫോണുകളിലേക്കും മികച്ച രീതിയിൽ എത്തിത്തുടങ്ങിയിട്ടുണ്ട്. എന്താണ് യഥാർത്ഥത്തിൽ ഈ എക്ലിപ്സ ഓഡിയോ എന്ന് നമുക്ക് പരിശോധിക്കാം. ഇതിൻ്റെ പിറകിൽ പ്രവർത്തിക്കുന്ന അടിസ്ഥാന സാങ്കേതിക വിദ്യയുടെ പേര് IAMF അഥവാ ഇമ്മേഴ്സീവ് ഓഡിയോ മോഡൽ ആൻഡ് ഫോർമാറ്റ്സ് എന്നാണ്. അലയൻസ് ഫോർ ഓപ്പൺ മീഡിയ AOM വികസിപ്പിച്ചെടുത്തിരിക്കുന്ന ഒരു ഓപ്പൺ സോഴ്സ് യൂണിവേഴ്സൽ ഓഡിയോ സ്റ്റാൻഡേർഡാണിത്. ഈ അലയൻസ് ഫോർ ഓപ്പൺ മീഡിയ എന്ന് പറയുന്നത് കേവലം 1-2 കമ്പനികൾ ചേർന്നിട്ടുള്ള ഒരു ചെറിയ ഗ്രൂപ്പൊന്നുമല്ല. നമ്മൾ നിത്യേന ഉപയോഗിക്കുന്ന ഗൂഗിൾ, സാംസങ്, ആപ്പിൾ, ആമസോൺ, മെറ്റ, മൈക്രോസോഫ്റ്റ് തുടങ്ങിയ വമ്പൻ കമ്പനികളും നെറ്റ്ഫ്ലിക്സ്, യൂട്യൂബ് തുടങ്ങിയ പ്രമുഖ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമുകളും എല്ലാം അടങ്ങുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ടെക്നോളജി ഭീമന്മാർ ഒന്നടങ്കം അണിനിരന്നിരിക്കുന്ന ഒരു ആഗോള സഖ്യമാണിത്. അവരെല്ലാവരും ഒന്നു ചേർന്ന് അംഗീകരിച്ച ഒരു പൊതു ഫോർമാറ്റാണ് ഈ സാങ്കേതിക വിദ്യ. ശബ്ദം എങ്ങനെ റെക്കോർഡ് ചെയ്യണം, എങ്ങനെ ഡിജിറ്റൽ പാക്കറ്റുകളാക്കി മാറ്റണം, ഹെഡ്ഫോണുകളിലും സ്പീക്കറുകളിലും എങ്ങനെ 3D ആയി റെൻഡർ ചെയ്യണം എന്ന് തീരുമാനിക്കുന്ന നിയമങ്ങളും അൽഗോരിതങ്ങളുമാണ് ഇതിലടങ്ങിയിരിക്കുന്നത്. നമ്മൾ തിയേറ്ററുകളിലും മികച്ച ഹോം തിയേറ്റർ സിസ്റ്റങ്ങളിലും കേൾക്കുന്ന 3D ശബ്ദാനുഭവം അഥവാ ഇമ്മേഴ്സീവ് ഓഡിയോ അനുഭവം ഇനി വളരെ ലളിതമായി നമ്മുടെ മൊബൈൽ ഫോണുകളിലും ഹെഡ്ഫോണുകളിലും ടിവികളിലും ഒരുപോലെ എത്തിക്കാൻ ഈ സിസ്റ്റത്തിന് കഴിയും. നമുക്ക് ചുറ്റുമുള്ള പ്രകൃതിദത്തമായ അന്തരീക്ഷത്തിൽ നിന്ന് കേൾക്കുന്ന അതേ രീതിയിലേക്ക് ശബ്ദത്തെ പുനഃസൃഷ്ടിക്കുകയാണ് ഇതിലൂടെ ചെയ്യുന്നത്. ഇതിനായി സാധാരണ ലെഫ്റ്റ് റൈറ്റ് സ്റ്റീരിയോ സൗണ്ടിനപ്പുറം ആംബിസോണിക്സ്, സീൻ ബേസ്ഡ്, ഒബ്ജക്റ്റ് ബേസ്ഡ്, ചാനൽ ബേസ്ഡ് ഓഡിയോ മിക്സിങ്ങുകൾ ഇതിൽ ഒരുപോലെ ഉപയോഗിക്കുന്നു. ഇൻ്റർനെറ്റ് വഴിയുള്ള ഓഡിയോ സ്ട്രീമിംഗ്, ഗെയിമിംഗ്, വെർച്വൽ റിയാലിറ്റി, ബ്രോഡ്കാസ്റ്റിംഗ് തുടങ്ങിയ മേഖലകളിൽ ഇത് വിപ്ലവം സൃഷ്ടിക്കും. ഇന്നത്തെ സറൗണ്ട് ഓഡിയോ മാർക്കറ്റ് വിപണി ഭരിക്കുന്നത് ഡോൾബി അറ്റ്മോസ് അല്ലെങ്കിൽ DTS:X തുടങ്ങിയ കുത്തക സാങ്കേതിക വിദ്യകളാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. മാർക്കറ്റിൻ്റെ ചെറിയൊരു ഭാഗത്ത് Aura 3Dയും ഉണ്ട്. എന്നാൽ ഇവയിൽ നിന്നെല്ലാം എന്ത് പ്രത്യേകതകളാണ് ഈ പുതിയ ഓപ്പൺ 3D ഓഡിയോക്കുള്ളത്? ഒന്നാമത്തേതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ കാര്യം, ഇത് ഓപ്പൺ സോഴ്സ് ആയതുകൊണ്ട് ലൈസൻസ് ഫീ ഇല്ല എന്നത് തന്നെയാണ്. ഡോൾബി അറ്റ്മോസ് അവ ഉപയോഗിക്കാൻ വൻകിട കമ്പനികൾ വലിയ തുക ലൈസൻസ് ഫീയായി നൽകേണ്ടതുണ്ട്. എന്നാൽ ഈ ഒരു ഫോർമാറ്റിന് യാതൊരു വിധത്തിലുള്ള റോയൽറ്റിയോ ലൈസൻസ് ഫീസോ നൽകേണ്ടതില്ല. ഇത് ചെറിയ ചെറിയ കണ്ടൻറ് ക്രിയേറ്റർമാർക്കും വലിയ വലിയ കമ്പനികൾക്കും ഒരുപോലെ സൗജന്യമായി ഇത് ഉപയോഗിക്കാം എന്ന വിപ്ലവകരമായ അവസ്ഥയാണ് സൃഷ്ടിക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ രണ്ടാമത്തെ പ്രത്യേകത ഓഡിയോ കോഡക്കുകളിൽ ഉറപ്പു നൽകുന്ന സ്വാതന്ത്ര്യമാണ്. ഡോൾബി അറ്റ്മോസ് പ്രവർത്തിക്കാൻ അവരുടേതായ ഓഡിയോ കോഡക്കുകൾ ഡോൾബി ഡിജിറ്റൽ പ്ലസ് അല്ലെങ്കിൽ ഡോൾബി ട്രൂ HD പോലുള്ളവ ആവശ്യമാണ്. എന്നാൽ ഈ പുതിയ സിസ്റ്റം ഒരു പ്രത്യേക കോഡക്കിലും ഒതുങ്ങി നിൽക്കുന്നതല്ല. ഇത് വളരെ ജനപ്രിയമായ ഓപ്പൺ ഫോർമാറ്റുകളായ FLAC, AAC അല്ലെങ്കിൽ അൺകംപ്രസ്ഡ് LPCM തുടങ്ങിയ ഏത് കോഡക്കിനൊപ്പവും ഡിജിറ്റൽ പാക്കറ്റുകളായി ചേർത്ത് ഉപയോഗിക്കാം. മറ്റൊരു വ്യത്യാസം, ഡോൾബി അറ്റ്മോസ് അതിൻ്റെ പൂർണ്ണമായ മികവിൽ ആസ്വദിക്കണമെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന പ്രത്യേക സ്പീക്കറുകളോ സർട്ടിഫൈഡ് ഹെഡ്ഫോണുകളോ ഹാർഡ്വെയറുകളോ ആവശ്യമാണ്. എന്നാൽ ഇതിൽ സ്കേലബിൾ ചാനൽ ലേ ഔട്ട് എന്നൊരു പ്രത്യേകതയുണ്ട്. നമ്മുടെ കയ്യിലുള്ളത് ഒരു സാധാരണ സ്റ്റീരിയോ ഹെഡ്ഫോണോ 3.1.2
2 ചാനൽ ടി വിയോ അതോ വലിയ 7.1.4 ഹോം തിയേറ്റർ സിസ്റ്റമോ ആകട്ടെ, അതിനനുസരിച്ച് ഓഡിയോയെ തത്സമയം മാറ്റി നൽകാൻ ഇതിലെ സാങ്കേതികവിദ്യക്ക് കഴിയും. പലപ്പോഴും സിനിമകളിലോ പാട്ടുകളിലോ പെട്ടെന്ന് ശബ്ദം കൂടുന്നതും കുറയുന്നതും നമ്മൾ കാണാറുണ്ട്, അനുഭവിക്കാറുണ്ട്. എന്നാൽ ഇതിൽ ഓരോ ഓഡിയോ മിക്സിങ്ങിനും ഒപ്പം കൃത്യമായ ലൗഡ്നെസ് ഇൻഫോ മെറ്റാ ഡാറ്റ ഇൻഫർമേഷൻ അടങ്ങിയിരിക്കുന്നു. ഇത് കേൾക്കുന്ന സ്ഥലത്തിൻ്റെ അന്തരീക്ഷത്തിന് അനുയോജ്യമായ രീതിയിൽ ശബ്ദത്തിൻ്റെ അളവ് തനിയെ നിയന്ത്രിക്കുന്നു. സാങ്കേതികമായി പറഞ്ഞാൽ ഇതിൽ വ്യത്യസ്ത തരം ശബ്ദ സ്രോതസ്സുകളെ ഓഡിയോ എലിമെൻറ്റുകൾ എന്നാണ് വിളിക്കുന്നത്. പശ്ചാത്തല സംഗീതം ഒരു ചാനൽ ബേസ്ഡ് എലിമെൻറ്റും കഥാപാത്രങ്ങളുടെ സംഭാഷണം എന്നത് മറ്റൊരു ഒബ്ജക്റ്റ് ബേസ്ഡ് എലിമെൻറ്റും ആകാം. ഇതിൽ ഒരു മിക്സിംഗ് പ്രസൻറ്റേഷനിൽ 28 ഓഡിയോ എലിമെൻറ്റുകളെ വരെ ഉൾപ്പെടുത്താം. ശബ്ദം കേവലം പ്ലേ ചെയ്യുക മാത്രമല്ല ഇതിൽ ചെയ്യുന്നത്, അത് എപ്പോൾ എവിടെ നിന്ന് കേൾക്കണം എന്നൊക്കെ തീരുമാനിക്കുന്ന കമാൻഡുകൾ നൽകാൻ ആനിമേറ്റഡ് പാരാമീറ്ററുകളും ഇതിലുണ്ട്. സ്റ്റെപ്പ്, ലീനിയർ, ബേസിയർ എന്നീ രീതികളിൽ ശബ്ദത്തിൻ്റെ ചലനങ്ങളെ ഇതിൽ ആനിമേറ്റ് ചെയ്യാം. കേൾവിക്കാരൻ്റെ ഡിവൈസ് എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇവയെ കൃത്യമായി ഒരുമിച്ച് ചേർക്കാൻ ഒരു മിക്സ് പ്രസൻറ്റേഷൻ സംവിധാനവും ഇതിലുണ്ട്. ഈ സിസ്റ്റം എങ്ങനെയാണോ യഥാർത്ഥ ജീവിതത്തിൽ നമുക്ക് ഉപകരിക്കുക എന്നുകൂടി നോക്കാം. ഇതിലെ മൾട്ടി ലാംഗ്വേജ് സർവീസ് വലിയൊരു ഡാറ്റ വിപ്ലവമാണ് കൊണ്ടുവരുന്നത്. ഒരേ ഒരു ഓഡിയോ ഫയൽ മാത്രം സ്ട്രീം ചെയ്തുകൊണ്ട് കേൾവിക്കാരന് ഇഷ്ടമുള്ള ഭാഷ അത് തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം ഇതിലൂടെ ലഭിക്കുന്നു. ഉദാഹരണത്തിന്, പശ്ചാത്തലത്തിലുള്ള വെടിയൊച്ചകളും സംഗീതവും ഒന്നു തന്നെയായിരിക്കും. എന്നാൽ ഡയലോഗുകൾ മാത്രം ഇംഗ്ലീഷ്, സ്പാനിഷ്, കൊറിയൻ, മലയാളം എന്നിങ്ങനെ വെവ്വേറെ ചെറിയ ചെറിയ ഓഡിയോ എലിമെൻറ്റുകളായി ഇതിൽ സൂക്ഷിക്കാം. തിരഞ്ഞെടുക്കുന്ന ഭാഷ തത്സമയം പശ്ചാത്തല സംഗീതവുമായി അപ്പോൾ തന്നെ മിക്സ് ചെയ്യപ്പെടുന്നു. ഡോൾബിയിലും ഈ മൾട്ടി ലാംഗ്വേജ് സൗകര്യങ്ങളൊക്കെ ലഭ്യമാണ്. എന്നാൽ ഡോൾബിയിൽ ഓരോ ഭാഷയ്ക്കും വേണ്ടി വെവ്വേറെ ഓഡിയോ ട്രാക്കുകൾ മുഴുവനായി എൻകോഡ് ചെയ്ത് ഫയലിൽ സൂക്ഷിക്കേണ്ടി വരാറുണ്ട്. ഇത് ഫയലിൻ്റെ വലുപ്പവും ബാൻഡ്വിഡ്ത്ത് നഷ്ടവും വളരെയധികം കൂട്ടുന്നു. എന്നാൽ ഈ പുതിയ ഓപ്പൺ സ്റ്റാൻഡേർഡ്സിൽ പശ്ചാത്തല ശബ്ദങ്ങൾ ഒരൊറ്റ തവണ മാത്രം ഫയലിൽ വെച്ചുകൊണ്ട് ഡയലോഗുകളെ വെവ്വേറെ ചെറിയ കഷ്ണങ്ങളായി സൂക്ഷിക്കുന്നത് വഴി സ്ട്രീമിംഗ് കമ്പനികൾക്ക് വലിയ രീതിയിൽ അവരുടെ ഡാറ്റയും പണവും ലാഭിക്കാൻ സാധിക്കും. മറ്റൊന്ന്, ഹെഡ്ഫോണുകളിൽ വരുത്താൻ പോകുന്ന വിപ്ലവമാണ്. ഹെഡ്ഫോണുകൾക്കായി ഡോൾബിയുടെ കുത്തക അൽഗോരിതങ്ങൾ ഇപ്പോൾ നിലവിലുണ്ട്. എന്നാൽ ഡോൾബിയുടെ ആ മികച്ച 3D ശബ്ദാനുഭവം നമുക്ക് ലഭിക്കണമെങ്കിൽ കേൾവിക്കാരൻ ഡോൾബി അറ്റ്മോസ് സപ്പോർട്ട് ചെയ്യുന്ന വില കൂടിയ ഹാർഡ്വെയറുകളോ പ്രത്യേക ലൈസൻസ് ഉള്ള ഹെഡ്ഫോണുകളോ ആപ്പുകളോ ഉപയോഗിക്കേണ്ടി വരുന്നു. സാധാരണ ഹെഡ്ഫോണുകളിൽ ഇതിൻ്റെ ക്വാളിറ്റി കുറയുന്നു. എന്നാൽ ഈ പുതിയ ഓപ്പൺ സിസ്റ്റം കൊണ്ടുവരുന്ന പ്രധാനപ്പെട്ട മാറ്റം ഇതിൻ്റെ യൂണിവേഴ്സൽ ആയിട്ടുള്ള സപ്പോർട്ടാണ്, യൂണിവേഴ്സൽ കോമ്പാറ്റിബിലിറ്റിയാണ്. ഇതിൽ ഹെഡ്ഫോണുകൾക്കായി ഹെഡ്ഫോൺസ് റെൻഡറിംഗ് മോഡ് എന്നൊരു പ്രത്യേക ഫീച്ചർ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനായി ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡിലുള്ളതും പരസ്യമായി ലഭ്യമായതുമായ EBU ADM ഡയറക്റ്റ് സ്പീക്കർ റെൻഡറർ, ബിയർ പോലുള്ള പ്രശസ്തമായ ബൈനോറൽ റെൻഡറിംഗ് സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കാൻ സാധിക്കും. നമ്മുടെ കൈവശമുള്ള ഏത് സാധാരണ ഹെഡ്ഫോണുകളിലും ഈ ഓപ്പൺ സോഴ്സ് അൽഗോരിതങ്ങൾ വഴി കൃത്യമായ സ്പേഷ്യൽ ഓഡിയോ അനുഭവം സാധ്യമാകും. ഡെവലപ്പർമാർക്ക് ഡോൾബിക്ക് വലിയ തുക നൽകാതെ തന്നെ, വലിയ ഫീസ് നൽകാതെ തന്നെ തങ്ങളുടെ ആപ്പുകളിൽ ഈ 3D ഫീച്ചർ സൗജന്യമായി ചേർക്കാൻ സാധിക്കും. കൂടാതെ ഇതിലുള്ള സ്മാർട്ട് ഡൗൺ മിക്സിംഗ് എന്ന ഓപ്ഷൻ വഴി വലിയൊരു 7.1.4 ചാനൽ ഓഡിയോ ട്രാക്ക് ഒരു സാധാരണ സ്റ്റീരിയോ ടിവിയിലോ ചെറിയ സ്പീക്കറിലോ പ്ലേ ചെയ്യുകയാണെങ്കിൽ ശബ്ദത്തിൻ്റെ ക്വാളിറ്റിയെ ബാധിക്കാതെ, നഷ്ടപ്പെടാതെ, സ്പീക്കറുകൾക്ക് കേടുപാടുകൾ വരാതെ തത്സമയം ശബ്ദത്തെ ക്രമീകരിക്കുവാനും ഒപ്പം വരുന്ന നഷ്ടങ്ങൾ പരിഹരിക്കാൻ റീകോൺ ഗെയിൻ നൽകാനും ഇതിലെ ഡിജിറ്റൽ ഡീമിക്സർ സഹായിക്കുന്നു. ഇപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഒരു ചോദ്യം വരാം. ഈ ടെക്നോളജി ഉൾക്കൊള്ളിക്കുന്ന ഡിവൈസുകൾ നിലവിൽ ലഭ്യമായി തുടങ്ങിയിട്ടുണ്ടോ? നിലവിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഏതൊക്കെ ഡിവൈസുകളിലാണ് ഈ എക്ലിപ്സ ഓഡിയോ സൗകര്യം ലഭ്യമായിട്ടുള്ളത്? സാംസങ്ങിൻ്റെ ഏറ്റവും പുതിയ പ്രീമിയം TV ലൈനപ്പുകളായ നിയോ QLED, OLED TVകൾ, കൂടാതെ അവരുടെ പ്രശസ്തമായ ലൈഫ് സ്റ്റൈൽ TVയായ ദ ഫ്രെയിം എന്നിവയിലൊക്കെ എക്ലിപ്സ ഓഡിയോ സപ്പോർട്ട് ഒഫീഷ്യലായി വരുന്നുണ്ട്. ഇത് കൂടാതെ
സാംസങ്ങിൻ്റെ പുതിയ ക്യൂ സീരീസ് സൗണ്ട് ബാറുകളിലും ഈ സാങ്കേതികവിദ്യ ഉൾപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട്. പ്ലാറ്റ്ഫോമുകളുടെ കാര്യം പറയുകയാണെങ്കിൽ ഗൂഗിളിൻ്റെ യൂട്യൂബ് തങ്ങളുടെ പ്ലേബാക്ക് സ്പെസിഫിക്കേഷനിലേക്ക് എക്ലിപ്സ ഓഡിയോ ഒഫീഷ്യലായി കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോണുകളിലും പുതിയ One UI അപ്ഡേറ്റുകൾ വഴി ഈ ഓപ്പൺ സോഴ്സ് ഓഡിയോ സപ്പോർട്ട് സിസ്റ്റം വരും നാളുകളിൽ ലഭ്യമായി തുടങ്ങും. LG പോലുള്ള മറ്റു മുൻനിര TV നിർമ്മാതാക്കൾ, സാംസങ്ങിൻ്റെ ഏറ്റവും വലിയ എതിരാളികൾ, തങ്ങളുടെ പുതിയ മോഡലുകളിൽ ഈ സൗണ്ട് സ്റ്റാൻഡേർഡ് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. സാങ്കേതികമായി നോക്കിയാൽ ഈ ഫീച്ചറുകൾ മിക്കതും ഡോൾബിയുടെയോ DTSൻ്റെയോ അത്യാധുനിക സിസ്റ്റങ്ങളിലും ലഭ്യമാണ്. എന്നാൽ നമ്മൾ പറയുന്നത് ആ ഫീച്ചറുകൾ നടപ്പിലാക്കാൻ ഉപയോഗിക്കുന്ന സാങ്കേതിക സ്വാതന്ത്ര്യത്തെക്കുറിച്ചാണ്. ഡോൾബി അറ്റ്മോസ് എന്നത് അടച്ചുപൂട്ടപ്പെട്ട ഒരു കുത്തക സിസ്റ്റമാണ്. എന്നാൽ ഗൂഗിളും സാംസങ്ങും മുന്നോട്ട് വെക്കുന്ന ഈ പുതിയ ഓപ്പൺ ഓഡിയോ സിസ്റ്റം പൂർണ്ണമായും കോഡെക് അഗ്നോസ്റ്റിക്കാണ്. ഓഡിയോ വിപണിയിൽ ദശാബ്ദങ്ങളായി ആധിപത്യം പുലർത്തുന്ന ഡോൾബി, DTS എന്നീ വമ്പന്മാരെ മറികടക്കാൻ ഇതിന് ഏറ്റവും കൂടുതൽ തുണയാകുന്നത് ഇതിൻ്റെ പിറകിൽ അണിനിരക്കുന്ന ഗൂഗിൾ, സാംസങ്, ആപ്പിൾ, മെറ്റ, നെറ്റ്ഫ്ലിക്സ്, യൂട്യൂബ് തുടങ്ങിയ ആഗോള സാങ്കേതിക ഭീമന്മാരുടെ AOM കൂട്ടായ്മയാണ്. ആൻഡ്രോയിഡ് പോലുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളിലും ഈ സാങ്കേതികവിദ്യ ഡിഫാൾട്ടായി വരാൻ പോവുകയാണ്. ഉപയോക്താക്കൾ പ്രത്യേകം പണം നൽകി വാങ്ങേണ്ടതില്ലാത്ത രീതിയിൽ നമ്മുടെ ഫോണുകളിലും സ്മാർട്ട് TVകളിലും ഇത് തനിയെ എത്തിച്ചേരും. സ്ട്രീമിംഗ് കമ്പനികൾക്ക് കോടിക്കണക്കിന് രൂപ റോയൽറ്റി ഇനത്തിൽ ലാഭിക്കാൻ സാധിക്കുമെന്നതിനാൽ ഇത് സാധാരണക്കാരായ ചെറിയ ചെറിയ ക്രിയേറ്റർമാർക്കും വലിയ ചിലവില്ലാതെ ഇമ്മേഴ്സീവ് ഓഡിയോ, 3D ഓഡിയോ അനുഭവം നൽകാൻ വലിയൊരു വഴി തുറക്കാൻ പോവുകയാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഡോൾബി അറ്റ്മോസ് ഒരു പ്രത്യേക ബ്രാൻഡ് ഇക്കോസിസ്റ്റത്തിലും വലിയ പണച്ചിലവിലും ഒതുങ്ങി നിൽക്കുമ്പോൾ അത്യാധുനിക 3D ഓഡിയോ സാങ്കേതിക വിദ്യയെ സാധാരണക്കാരുടെ ഏത് ഹെഡ്ഫോണിലും ഏത് ഉപകരണത്തിലും ലഭ്യമാകുന്ന രീതിയിൽ ജനാധിപത്യവൽക്കരിക്കുകയാണ് ഗൂഗിളും സാംസങ്ങും തങ്ങളുടെ പുതിയ പ്രോജക്റ്റിലൂടെ ചെയ്യുന്നത്. വരും ദിവസങ്ങളിൽ നമ്മൾ കേൾക്കാൻ പോകുന്ന ശബ്ദങ്ങളുടെ സറൗണ്ട് ഓഡിയോയുടെ ലോകം മാറ്റി എഴുതാൻ പോകുന്നത് വലിയ പണച്ചിലവുള്ള കുത്തക ബ്രാൻഡുകളല്ല, മറിച്ച് എല്ലാവർക്കും സൗജന്യമായി ലഭ്യമാകുന്ന ഇത്തരം ഓപ്പൺ സാങ്കേതിക വിദ്യകളായിരിക്കും. പുതിയൊരു ഇൻഫർമേഷനുമായി മറ്റൊരു സന്ദർഭത്തിൽ കാണാം.